السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, സൂചിപ്പിച്ച പോലെ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിൽ തൗഹീദി പ്രബോധനത്തിൻ്റെ അതിശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയിടാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ പറയാറുള്ളത്, നിങ്ങളെങ്ങനെയോ കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഒരു തൗഹീദാണ് നിങ്ങൾ പറയുന്നത്. എന്നാൽ ഞങ്ങൾ പറയുന്നത്, അവർ പറയാറുള്ളത്, ഞങ്ങൾ പറയുന്നത് ഖുർആനിൻ്റെയും തിരുചര്യയുടെയും സലഫുസ്വാലിഹീങ്ങളുടെയും മാർഗം അത് പഠിപ്പിക്കുന്ന തൗഹീദാണ് എന്നാണ്. ഞാനൊരു ഭാഗം വായിച്ച് കേൾപ്പിക്കാം. കുനിയയിൽ നടന്ന സമസ്തയുടെ സമ്മേളനത്തിൽ പാസാക്കിയ ഒരു പ്രമേയത്തിൻ്റെ ആദ്യ ഭാഗം, തൗഹീദിനെ അട്ടിമറിക്കുന്നവരെ തിരിച്ചറിയുക എന്നാണ് അതിൻ്റെ തലക്കെട്ട്. എന്നിട്ട് പറയാണ്, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സലഫു സാലിഹീങ്ങളും പഠിപ്പിച്ചു തന്ന യഥാർത്ഥ തൗഹീദിനെ വികലമായി വ്യാഖ്യാനിച്ച് മുസ്ലിം സമുദായത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന വഹാബി പ്രസ്ഥാനങ്ങളുടെ ആദർശ വൈരുദ്ധ്യങ്ങൾക്കെതിരെ സമൂഹം ജാഗ്രത പാലിക്കണമെന്ന് ഈ സമ്മേളനം ആഹ്വാനം ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ആദ്യ ഭാഗം. അവിടെ പറഞ്ഞത്, പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അതുപോലെ സലഫുസ്വാലിഹീങ്ങളും അവരുടെ മാർഗം പഠിപ്പിക്കുന്ന യഥാർത്ഥ തൗഹീദാണ് സമസ്ത സമൂഹത്തിന് മുമ്പിൽ വെക്കുന്നത് എന്നാണ്. ആണോ അല്ലേ എന്ന ചെറിയ ഒരു പരിശോധന ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇവർ സമൂഹത്തിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ, അവരുടെ വിശ്വാസം എന്താണ് എന്നത് ഒരു ഭാഗം നമുക്ക് സ്ക്രീനിൽ ആദ്യമായി ശ്രദ്ധിക്കാം. ആധാർത്തിരമ്പുന്ന തിരൽമാലകൾക്കിടയിൽ കുറെ മീറ്ററുകൾ ഉയരത്തിലതാ ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മഴയിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽ ക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തവസ്സുലാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സുകൾ മരിക്കു വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും, റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങ് മറിഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. ആ മണിക്കൂറുകളോളം നിന്ന രംഗം മറക്കാൻ കഴിയാത്ത രംഗം. ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാൻ ആരുമില്ല. നമുക്ക് പലർക്കും ചിരി വരും ഇവരുടെ അവസ്ഥ ആലോചിച്ചിട്ട്. സത്യത്തിൽ നമ്മൾ സങ്കടപ്പെടണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതാണ് ഈ സമൂഹത്തിൽ ഇവർ പ്രചരിപ്പിക്കുന്നത്. കടലിൽ കപ്പലിൽ കുടുങ്ങിയപ്പോ, മുങ്ങി മരിക്കാറായി എന്ന് മുന്നിൽ കണ്ടപ്പോ, ബദരീങ്ങളെ നിങ്ങളല്ലാതെ സഹായിക്കാൻ മറ്റാരുമില്ല എന്ന് ബദരീങ്ങളെ വിളിച്ച് പറഞ്ഞു എന്നാണ്. ഈ വിശ്വാസമാണോ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്? ഈ വിശ്വാസമാണോ പ്രവാചക ചര്യ പഠിപ്പിക്കുന്നത്? ഈ വിശ്വാസമാണോ സലഫുസ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നത്? അല്ലല്ലോ. വിശുദ്ധ ഖുർആൻ ഇന്നും നാം പലതവണ ആവർത്തിച്ച സൂറത്തുൽ ഫാത്തിഹയിൽ ആയത്തില്ലേ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എന്താ അതിന്റെ അർത്ഥം? ബദരീങ്ങളെ എന്നാണോ? മുത്തുനബിയെ എന്നാണോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണോ
ബദരീങ്ങളോടാണോ? ഈ മുസ്ലിയാർ പറഞ്ഞ പോലെ അള്ളാഹിനോടല്ലേ? ബഹുമാന്യരെ വിശ്വാസികളെ, മുജാഹിദുകൾ പറഞ്ഞത് അള്ളാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്നാണ്. ഈ പറഞ്ഞ ബദർ ശുഹദാക്കളെ വിളിക്കുന്ന, അതുപോലെയുള്ള ആളുകളെ വിളിക്കുന്ന, മഹാന്മാരെ വിളിക്കുന്ന, അവരോട് ഇസ്തിഗാഥ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന ആ വാദം ഖുർആനിലുണ്ടെന്നോ ഹദീസിലുണ്ടെന്നോ? സലഫുസ് സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? പ്രധാനമായി വരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, താബഈങ്ങൾ, താബിഈങ്ങൾ, ഇവരല്ലേ? അവരുടെ മാർഗത്തിൽ ഇതുണ്ടോ? അവരൊക്കെ അല്ലാഹുവോട് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചവരല്ലേ? ആ ബദർ ശുഹദാക്കൾ, ബദരികളുടെ നേതാവാരാ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടെയുള്ളതാരാ? സ്വഹാബ അല്ലേ? ആ സ്വഹാബത്ത് ഇതിൽ വരുന്നില്ലേ? ഈ സലഫുസ് സ്വാലിഹീങ്ങൾ വരുന്നില്ലേ? അവരാ പ്രയാസ സന്ദർഭത്തിൽ തങ്ങളുടെ മൂന്നിരട്ടി വരുന്ന ശത്രുക്കളെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ, അവരുമായി യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ അവർ തേടിയത് മുമ്പ് കഴിഞ്ഞു പോയിരുന്ന നബിയോടല്ലല്ലോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടല്ലല്ലോ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടല്ലല്ലോ, ഒന്നാമത്തെ നബിയായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോടല്ലല്ലോ, ഒന്നാമത്തെ ബീവിയായ ഹവ്വ ബീബിയോടല്ലല്ലോ. ഇത് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ എന്ന് പറഞ്ഞ് അല്ലാഹുവോടല്ലേ, റബ്ബിനോടല്ലേ? അതാ മുജാഹിദുകൾ പറഞ്ഞത്. ആ ബദരീങ്ങൾ പ്രാർത്ഥിച്ച പോലെ അല്ലാഹുവോടായിരിക്കണമെന്ന്. ഇനി അല്ലാഹ് പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടതെന്ന്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികളെല്ലാം അല്ലാഹുക്കുള്ളതാ, അതുകൊണ്ട് അവന്റെ കൂടെ മറ്റാരോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ അങ്ങ് പറയണം ജനങ്ങളോട്, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ, അവരിൽ ഒരാളെയും ഞാൻ ശിർക്ക് ചെയ്യില്ല എന്ന് പറയണം റസൂലേ എന്നാണ്. നോക്കൂ, അല്ലാഹുവോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, അതാണ് തിരുചര്യ പഠിപ്പിക്കുന്നത്, അതാണ് സലഫുസ് സ്വാലിഹീങ്ങളുടെ വിശ്വാസം. അതിലേക്കാണ് മുജാഹിദുകൾ ക്ഷണിക്കുന്നത്. പക്ഷെ ഇതേ വാചകം വെച്ചുകൊണ്ട് ഈ പറഞ്ഞ ശിർക്കിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനി പറയട്ടെ, ഇതിന്റെ പേരിൽ ഈ ഇത്തരത്തിൽ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് ഖബറിലേക്ക് ക്ഷണിക്കുകയാണ്. ഖബർ കെട്ടിപ്പൊക്കി, ഖബറിൽ നേർച്ച അർപ്പിച്ചു. അതുപോലെ ഖബറാളിയോട് ഇസ്തിഗാഥ, സഹായത്തേട്ടം, പ്രാർത്ഥന നടത്തി അല്ലേ? നോക്കൂ, മറ്റൊരു മുസ്ലിയാര്, ഒരു നൗഷാദ് വാക്കവി, അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കാം നിങ്ങൾക്ക്. മറ്റു മതത്തിൽപ്പെട്ടവരും മതമില്ലാത്തവര് എല്ലാവരുമുണ്ട്. എല്ലാവർക്കും വല്യാപ്പ ആശ്രയമാണ്, പ്രതീക്ഷയാണ്, പ്രകാശമാണ്, പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവരെ നിങ്ങൾ അനുസരിക്കണം. എത്ര ദിവസമായി അവരൊന്ന് ഉറങ്ങിയിട്ട്. ലേഡീസ് വോളണ്ടിയർമാർ, നമുക്കറിയാം പുരുഷന്മാരെ പോലെയല്ല, വനിതാ വോളണ്ടിയർമാർക്ക്, പെൺകുട്ടികൾക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. അൽഹംദുലില്ലാഹ് അവര് പോലും വിശ്രമമില്ലാതെ പണിയെടുക്കും. നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ അനുസരിക്കണം, അവര് പറയുന്നത് കേൾക്കണം, അവരെ മാനിക്കണം. പാചകം ചെയ്യുന്നവരെയും വിളമ്പിക്കൊടുക്കുന്നവരെയും ചെമ്പ് കൊണ്ടുപോകുന്നവരെയും കണ്ടാൽ നമ്മൾ പറയണം അൽഹംദുലില്ലാഹ്. നമ്മുടെ ദുആയേക്കാൾ ചിലപ്പോൾ ആ പാവങ്ങളുടെ ദുആ വല്യപ്പക്ക് ഇഷ്ടപ്പെടും, അവരെ സിയാറത്ത് വല്യപ്പക്ക് ഇഷ്ടപ്പെടും. നമ്മൾ അവിടെ പോയി ലക്ഷക്കണക്കിന് ഖുർആനായ തോന്നിയിട്ട് നമ്മളിരുന്ന് കരഞ്ഞ കാര്യം ചിലപ്പോൾ നടക്കൂല. ചെമ്പ് ചുമന്നു കൊണ്ടുപോയവൻ വിയർപ്പിൽ കുളിച്ച് ആ മഖാമിലേക്ക് നോക്കിയിട്ട് എന്റെ ഉമ്മായെ ഒന്ന് നോക്കണം, ഞാൻ 3 ദിവസം കൊണ്ട് വരവൂര, എന്റെ ഉപ്പാക്ക് സുഖമില്ല, ഞാൻ 3 ദിവസം കൊണ്ട് വരവൂര എന്ന് പറഞ്ഞാൽ ആ വിളി കേൾക്കുന്ന വല്യാപ്പ എന്ന അർത്ഥശങ്കക്കിടമില്ലാതെ സഗൗരവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ വർഷവും ഇത് ഓർമ്മപ്പെടുത്തുന്നത്. ഇതാണ് സുന്നത്ത് ജമാഅത്ത്, നല്ല സുന്നത്ത് ജമാഅത്താണ്. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന തൗഹീദല്ലേ? ഇതാണ് തിരുചര്യ പഠിപ്പിക്കുന്ന തൗഹീദല്ലേ? ഇതാണ് സലഫുസ് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്ന തൗഹീദല്ലേ? എന്താണ്? ഉമ്മാക്ക് സുഖല്യ, അപ്പൊ ഉമ്മാക്ക് സുഖല്യ, അതുകൊണ്ട് സുഖല്യ എന്ന് ആ വളണ്ടിയറോ അവിടെ പ്രവർത്തിക്കുന്ന ജാറത്തുള്ള തൃശ്ശൂര് വരവൂര് മക്കാമിൻ്റെ ഒരു പ്രോഗ്രാമിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പം അവിടെ വെച്ചിട്ട് ഉമ്മാക്ക് സുഖമില്ല, വല്യാപ്പ നിങ്ങൾ നോക്കണം. വല്യാപ്പ എന്ന് പറഞ്ഞാൽ ആ വല്യപ്പാപ്പാൻ അങ്ങനെയാണ് അത്ര ഉള്ളവർ വിളിക്കൽ. അങ്ങനെ വിളിച്ചാൽ വല്യാപ്പ വിളി കേൾക്കുമെന്നാണ്. ചോദിക്കട്ടെ, ഇത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസമാണോ? കുനിയ സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയത്തിന്റെ അതിലൊരു പ്രമേയത്തിന്റെ ആദ്യ ഭാഗമാണ് ഞാൻ നേരത്തെ കേൾപ്പിച്ചത്. എന്താ പറഞ്ഞത്? അവർ പ്രചരിപ്പിക്കുന്ന മുന്നോട്ട് വെക്കുന്ന തൗഹീദ് എന്ന് പറഞ്ഞാൽ, സമസ്തക്കാർ മുന്നോട്ട് വെക്കുന്ന തൗഹീദ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതാണ്.
പ്രവാചക ചര്യ പഠിപ്പിക്കുന്നതാണ്, അതുപോലെ തന്നെ സലഫു സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നതാണ്. ആണോ? ഇതിന് വിശുദ്ധ ഖുർആൻ വല്ല രേഖയുമുണ്ടോ? ഇല്ലല്ലോ പ്രിയമുള്ളവരെ. ഞാൻ ഒറ്റ സാമ്പിൾ മാത്രം പറയാം. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വല്ലാത്ത രോഗം ബാധിച്ചില്ല അദ്ദേഹത്തിന്. അതിശക്തമായ പരീക്ഷണം ഉണ്ടായില്ലേ? തന്റെ സന്താനങ്ങൾ മരിച്ചു പോയില്ലേ? ഉള്ള സമ്പത്ത് തകർന്നു പോയില്ലേ? അതിശക്തമായ രോഗം ബാധിച്ചില്ലേ? ആ പ്രയാസഘട്ടത്തിൽ മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം സഹായം ചോദിച്ചത്, പ്രാർത്ഥിച്ചത് അല്ലാഹുവോടായിരുന്നില്ലേ? വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർറ വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹനെയാ വിളിക്കുന്നത്. എന്തേ അദ്ദേഹത്തിന് ഇവരൊക്കെ പറയാറുള്ള ബഹുമാനം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഉണ്ടായിരുന്നില്ലേ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സ്നേഹമുണ്ടായിരുന്നില്ലേ? ഹവ്വാ ബീവിയുടെ ബഹുമാനം ഉണ്ടായിരുന്നില്ലേ? ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇത് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രമേ അത് പാടുള്ളൂ. പ്രാർത്ഥന ആരാധനയാണ്. ഇതാണ് മുജാഹിദുകൾ പഠിപ്പിക്കുന്നത്. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരിച്ചടിയുടെ അടിസ്ഥാനത്തിൽ, സലഫു സ്വാലിഹിയുടെ മാർഗത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളിതാ പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹുവോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നാണ് വിശുദ്ധ ഖുർആന്റെ പേരിൽ ഇവർ പ്രചരിപ്പിക്കുന്നത്, തിരുചര്യയുടെ പേരിൽ പ്രചരിപ്പിക്കുന്നത്, സലഫു സ്വാലിഹിയുടെ പേരിൽ പ്രചരിപ്പിക്കുന്നത്. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. കുറെ മുമ്പ് പഴയ കാലത്ത് നമ്മൾ കേട്ട് മറന്നുപോയ, ഒരു പക്ഷെ മറക്കാൻ കഴിയാത്ത ഒരു സംസാരമുണ്ട്. അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവിനോടൊരു ചോദ്യമാണ്. ഉസ്താദേ, ഈ ഇസ്തിഗാസയുടെ ഹുക്മ് അനുവദനീയം എന്നാണല്ലോ, തഖീറാണല്ലോ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ഒഴിവാക്കാം, വല്ല കൂലി അതിനുണ്ടോ? ഉസ്താദ് പറയാണ്, കൂലിയൊന്നുമില്ല, പ്രതിഫലമൊന്നുമില്ല. അപ്പൊ ചോദിക്കുന്ന ആള് വീണ്ടും ചോദിച്ചു, ഒരു കൂലി ഇല്ലെങ്കിൽ വെറുമ്പണിയാണല്ലേ, ഒരു കാര്യമില്ലല്ലേ എന്ന് ചോദിച്ചപ്പോ അങ്ങനല്ല, അനുവദനീയമായ ചില കാര്യങ്ങൾ ചെയ്യുമ്പോ കൂടുതൽ ഫലപ്രദമായിരിക്കും. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്, ഉപമയുണ്ട്. എന്താണെന്നറിയോ? നമുക്കൊരു നല്ല ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്ന ഹുക്കം എന്താണ്? അനുവദനീയമാണ്. നമുക്കൊരു ലോക്കൽ KSRTC പോകലോ, അതും അനുവദനീയമാണ്. പക്ഷേ ഒന്ന് വളരെ ഫലപ്രദമാണ്, ഇത് ബെൻസ് കാർ. മറ്റത് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്, ലോക്കൽ KSRTC. ഇവിടെ ആരാണ് ബെൻസ്? അള്ളാഹിനോടും ചോദിക്കുക, മൊയ്തീൻ ശൈഖിനോടും ചോദിക്കുക, ആരാ? രണ്ടും അനുവദനീയം എന്നാ അവർ പറഞ്ഞത്. എന്നിട്ട് അള്ളപ്പെങ്ങോട്ടാ? ലോക്കൽ KSRTC. മൊയ്തീൻ ശൈഖോ ബെൻസ് കാർ അല്ലേ? കേട്ട് മറക്കാൻ കഴിയാത്ത ആ ഭാഗം ഒന്നുകൂടെ കേൾക്കുക നമ്മള്. ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്മ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെക്കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഗാസ ശറഈൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞത്. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പോൾ തഹീറിനെ തേടുമ്പോൾ, തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ വരുന്ന ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ പ്രതിഫലം ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നത്, അനുവദനീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം, ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാ പറഞ്ഞത്. അതെ, അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോൾ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പോൾ ഒരു വെറും പ്രവർത്തനമല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത്, ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ
ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? അനുവദനീയമാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയമാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. ഏതാണ് വളരെ ഫലപ്രദം? ബെൻസ് കാർ, അത് മൊയ്തീൻ ഷേഖ്. ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതോ ലോക്കൽ KSRTC, അതല്ല. ഒന്നെ മനുഷ്യന്മാരെ, ഇത് ഖുർആൻ പഠിപ്പിച്ചതോ? ഇത് തിരുചര്യ പഠിപ്പിച്ചതോ? ഇത് സലഫു സ്വാലിഹിയുടെ മാർഗമോ? ഇതിന്റെ പേരിൽ, ദീന്റെ പേരിലാണോ ഈ കാര്യം പറയുന്നത്? ഇതൊരു ന്യായീകരണമല്ലേ? ഞങ്ങൾക്ക് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, ഇവിടെ ഇതിന്റെ പരിസര പ്രദേശത്തും ഓൺലൈനിലായി കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മുസ്ലിം സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനിന്റെ ആദർശം, തിരുചര്യയുടെ ആദർശം, സലഫു സ്വാലിഹീങ്ങൾ പഠിപ്പിച്ച ആദർശം, അതിലേക്കാണ് മുജാഹിദുകൾ ക്ഷണിക്കുന്നത്. ഈ കേട്ടതൊക്കെ ഈ മുസ്ലിയാക്കന്മാരുടെ ശബ്ദമായി നിങ്ങൾ കേട്ടില്ലേ? അതൊക്കെ ഖുർആന്റെ പേരിലും ഹദീസിന്റെ പേരിലും സലഫു സ്വാലിഹുകളുടെ പേരിൽ നടത്തുന്ന തട്ടിപ്പുകളാണ്. അതിനൊന്നും പ്രാമാണികമായി നിലനിൽക്കാൻ സാധ്യമല്ല എന്ന വസ്തുത മനസ്സിലാക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഉണർത്തുകയാണ്.